സിനിമയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം പിൽക്കാലത്ത് തമിഴ് സിനിമയിൽ വന്നിട്ടുള്ള പല നായകന്മാരിലും ശരിക്കും വിജയുടെ ഈ ഒരു അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ പലതരത്തിലുള്ള സിമിലാരിറ്റികളുണ്ട്. ഇപ്പോൾ ഒരു നഷ്ടപ്രണയം പറയാതിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് അത് പറയാൻ പറ്റാതെ പോയ ഒരു കാമുകൻ, അല്ലെങ്കിൽ കൂട്ടുകാരന് വേണ്ടി പ്രണയം ത്യജിക്കേണ്ടി വന്ന നായകൻ എന്നുള്ളതൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളാണ്. ആ പ്രത്യേകതയൊക്കെ തുടങ്ങുന്നത് ഷാജഹാനിൽ നിന്നാണ്. നമുക്കറിയാം, കൂട്ടുകാരൻ്റെ ലവിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നായകൻ്റെ കഥയാണ് ബേസിക്കലി ഷാജഹാൻ. പക്ഷെ ഷാജഹാൻ ഒരു പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയോടൊരു ഇഷ്ടം എങ്ങനെയായിരിക്കും ഷാജഹാൻ പറയാൻ പോവുക? പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ സെയിം പെൺകുട്ടിയെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമാണെങ്കിൽ എന്ത് പറ്റും? അതാണ് ശരിക്കും ഷാജഹാൻ്റെ മെയിൻ കഥ. ഈ സിനിമയ്ക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. കാരണം ഒരു നോർമൽ വിജയ് സിനിമയുടെ ടെംപ്ലേറ്റോ വിജയ് സിനിമയുടെ ഒരു ഫോർമുലയോ അല്ലെങ്കിൽ വിജയ് സിനിമ ഫോളോ ചെയ്തിരുന്ന പാറ്റേണുകളെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലൊന്നായിരുന്നു ഷാജഹാൻ. സോ ഷാജഹാന് വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് വിജയുടെ മാസ് മസാല ആക്ഷൻ സിനിമകൾക്കൊക്കെ കാണും ഒരുപാട് ആരാധകർ, പ്രത്യേകിച്ച് റിപ്പീറ്റ് വാച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ ഡെയിലി സ്റ്റാറ്റസുകളായിട്ട് ഇടുന്ന ഒരുപാട് സീനുകൾ ഷാജഹാനിലാണ്. ഇപ്പോൾ ഇവൻ ഡ്യൂഡ് ഇറങ്ങിയപ്പോൾ പോലും ആളുകൾ എപ്പോഴും പറഞ്ഞിരുന്നത് ഷാജഹാനെ പറ്റിയിട്ട് തന്നെയാണ്. കാരണം ഷാജഹാൻ്റെ ഒരു ടോപ്പിക്കും അല്ലെങ്കിൽ ആ കണ്ടന്റ് ഇപ്പോഴും ആളുകൾ റെലവൻ്റ് ആക്കി സിനിമ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. സോ വിജയുടെ കരിയറിലെ ഏറ്റവും സിമ്പിൾ സിനിമകളിലൊന്നാണ്, ബട്ട് ഇറ്റ്സ് വെരി വെരി നൈസ് മൂവി ടു വാച്ച്. ഈ സിനിമയിലെ പാട്ട് ഇന്ത്യ ഒട്ടാകെ വൈറലായിട്ടുള്ള സോങ്ങാണ്. ഇന്നിസെ പാടി വരും എന്ന പാട്ടിന് അത്രത്തോളം ഇമ്പാക്റ്റ് ഇന്നും ഉണ്ട്. കാരണം ഒരുപക്ഷെ പലരും ആ സിനിമ ഏതാണെന്ന് പോലും മറന്നു പോയിരിക്കാം. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഫാൻ ബേസും ഈ സിനിമയ്ക്കുള്ള തമിഴ് സിനിമയിലുള്ള ഇമ്പാക്റ്റും വളരെ വലുതാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വളരെ ചുരുക്കം വിജയ് സിനിമകളിലൊന്നാണ് തുള്ളാതെ മനവും തുള്ളും. വിജയ് സിമ്രൻ കോമ്പിനേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം ആളുകളെ എൻ്റർടൈൻ ചെയ്യിച്ച ഒരുപാട് സീക്വൻസുകൾ, വിജയുടെ ക്യാരക്ടറിനുള്ള കോംപ്ലക്സിറ്റി, അതേപോലെ തന്നെ സ്ക്രിപ്റ്റിലും സ്ക്രീൻ പ്ലേയിലുള്ള അത്രത്തോളം ഇമ്പോർട്ടൻസ് എല്ലാം ഈ സിനിമയെ ഒരു ബെസ്റ്റ് വാച്ചുകളൊന്നാക്കി മാറ്റുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് അത്രത്തോളം ഇമോഷണലാണ്. അന്നത്തെ ടൈമിൽ ഒരുപാട് പേര് കണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ക്ലൈമാക്സുകൾ ഒരു വിജയ് സിനിമയാണ് തുള്ളാതെ മനവും തുള്ളും. ഒരുപാട് സ്റ്റേറ്റ് റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുള്ള സിനിമകളാണ്. മാത്രമല്ല കേരളത്തിനും വലിയ ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു തുള്ളാതെ മനവും തുള്ളും. മാത്രമല്ല വിജയുടെ കരിയറിലെ ഏറ്റവും പവർഫുൾ സിനിമകളിലൊന്നായിട്ട് നമുക്ക് ഈ സിനിമ പറയാൻ പറ്റും. കാരണം വിജയുടെ സ്റ്റാർഡത്തിന് വളരെയധികം ആക്കം കൂട്ടിയ സിനിമകളിലൊന്നാണ് ഈ പറഞ്ഞ തുള്ളാതെ മനവും തുള്ളും. കാരണം അത്രത്തോളം ഹിറ്റായിരുന്നു ബോക്സ് ഓഫീസിൽ ശരിക്കും ഈ സിനിമ ഉണ്ടാക്കിയത്. ഏകദേശം 10-20 ദിവസം തിയേറ്ററുകൾ ഓടിയ സിനിമ കൂടിയാണ്. സോ ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ വിജയുടെ കരിയറിലെ ഏറ്റവും മസ്റ്റ് വാച്ച് സിനിമകളിലൊന്നാണ് തുള്ളാതെ മനവും തുള്ളും. ഇനി സ്പെഷ്യൽ മെൻഷൻസ് ആയിട്ട് നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ കാതലിക്ക് മര്യാദയാണ്. വിജയുടെ കരിയറിലെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ സിനിമയാണ്. നമുക്കറിയാം, കാതലിക്ക് മര്യാദ നമ്മുടെ അനിയത്ത് പ്രാവിൻ്റെ റീമേക്കാണ്. ഈവൻ ദോ റീമേക്ക് ആയിരുന്നെങ്കിലും അത് ഡയറക്റ്റ് ചെയ്തത് ഫാസിൽ സാറാണ്. ഇന്നും ആ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ വലിയ ഫാൻ ബേസ് ഉണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഫാൻസ് വിജയ്ക്ക് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള സിനിമകളിലൊന്നുകൂടിയാണ് കാതലിക്ക് മര്യാദ. നമുക്ക് റീമേക്ക് ആണെങ്കിലും നമുക്കൊരു പുതിയ ഓഡിയൻസ് എന്ന നിലയ്ക്ക് അത് കണ്ടാലും നമുക്ക് ഭയങ്കര അധികം സൂത്തിങ് ആണ്, റിഫ്രഷിംഗ് ആണ് ശരിക്കും കാതലിക്ക് മര്യാദ. അതേപോലെ തന്നെ മറ്റൊരു സിനിമയാണ് വസീകര. വിജയ് ഒരു പ്യുവർ എക്സ്ട്രോവേർട്ടായിട്ട് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് വസീകരയുടെ ഒരു ക്രക്സ്. കാരണം കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുന്ന മോൻ അദ്ദേഹം അവിടെ ചെന്ന് ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുന്നതാണ് വസീകരയുടെ ഒരു ക്രക്സ്. ഈ സിനിമ ഈ അടുത്താണ് ഞാൻ പോലും കാണുന്നത്. പക്ഷേ ഇത് വൺ ഓഫ് ദ വിജയുടെ കരിയറിലെ ഏറ്റവും നൈസ് റോളുകളിലൊന്നാണ്. പാട്ടുകളും ഭയങ്കര അധികം അടിപൊളിയാണ്. മാത്രമല്ല വിജയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ എക്സ്ട്രോവേർട്ടായിട്ട് ഭയങ്കര നോട്ടി ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്നാണ്. അടുത്ത് പറയാൻ പോകുന്ന സിനിമ ഈ അടുത്ത് റിലീസായിട്ടുള്ള ലിയോ ആണ്. ഒരു പക്ഷേ ലിയോയുടെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം, ലിയോയുടെ ഫ്ലാഷ് ബാക്ക് അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ലിയോയുടെ ഫസ്റ്റ് ഹാഫ് ഇസ് പ്യുവർലി ഭയങ്കരമായുള്ള വിജയ് എന്ന ആക്ടറെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സിനിമയാണ്. ലോകേഷിൻ്റെ കരിയറിലെ ഏറ്റവും വേറിട്ട അറ്റംപ്റ്റ് ആയിരുന്നു വിജയ് ഒരു വ്യത്യസ്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. മാസ്റ്ററും ഈ പാരലൽ ഉണ്ടെങ്കിലും പക്ഷേ ലിയോയുടെ ഫസ്റ്റ് ഹാഫ് മാത്രം മതി ശരിക്കും ആ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കാരണം ക്യാരക്ടറൈസേഷനും അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഭയങ്കര അധികം കമ്പോസ്ഡായിട്ട് ഭയങ്കര സെറ്റിലായിട്ട് നമുക്ക് തരുന്ന ചില ഇമ്പാക്റ്റ് ഭയങ്കര അധികം വലുതായിരുന്നു. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ ജനനായകൻ റിലീസിനെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് വിജയുടെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറിന് വേണ്ടി തന്നെയാണ്.
ഇപ്പോൾ അത് റീമേക്കാണ് അല്ലെങ്കിൽ ഭഗവത് കേസരി ഭയങ്കര ഇൻസ്പയർഡ് വേർഷൻസ് ആണ് എന്നൊക്കെ പറയുമെങ്കിലും വിജയ് മുൻകാലത്ത് റീമേക്കുകൾ ചെയ്ത് വലിയ രീതിയിൽ വിജയിപ്പിച്ച ചരിത്രം കൂടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഒരുപാട് വിജയ് മൂമെൻറ്റ്സ് ഉണ്ടാവും. ഭഗവത് കേസരിക്ക് അപ്പുറം ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ജനനായകന് തരാൻ സാധിക്കുമെന്നാണ് പലരും പറയുന്നത്. മാത്രമല്ല അത് തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. സോ ഈ ലിസ്റ്റിൽ ഏതെങ്കിലും വിജയ് സിനിമകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി.